വീണ്ടും എല്ലാവർക്കും FV സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഭാഗം 24. ലത്തു ആണ് കേട്ടോ വിളിച്ചത്. കോളേജ് മുതൽക്കേ ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഇത്തിരി അലമ്പന്മാരായിരുന്നു, അതുമല്ലാതെ കട്ടക്കലിപ്പന്മാർ. അങ്ങനെ ഒരിക്കൽ ഞങ്ങളൊരു ചെക്കനെ തല്ലിയതിന് പ്രിൻസിപ്പൽ ഞങ്ങളെ പിടിച്ച് പൊരിച്ചു. അതിൻ്റെ ദേഷ്യം തീർക്കാൻ ഞങ്ങൾ പ്രിൻസിപ്പലിൻ്റെ വണ്ടീൻ്റെ ഗ്ലാസ് കളറിനെ വിളിച്ചു. സിമ്പിൾ. അതിന് ഞങ്ങൾ ഡിസ്മിസ് ചെയ്യേണ്ടതായിരുന്നു. ദൈവദൂതനെ പോലെ ചെയർമാനായ സുൽത്താൻ ഇടപെട്ട് അത് ഒഴിവാക്കി സസ്പെൻഡ് ചെയ്തു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. മുതിർന്ന ആളാണ് എന്ന നിലക്ക് ബഹുമാനമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളെ കച്ചറ സ്വഭാവം ഞങ്ങളെപ്പോലും അറിയാതെ ലത്തു മാറ്റി. പക്ഷെ കളിപ്പ് മാറ്റാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാനാ? ഞങ്ങൾ നേരത്തെ അറിയുന്നത് കൊണ്ടാണ് അവന്മാർക്ക് അവന്മാരെ പ്രേമിക്കാനുള്ള ലൈസൻസ് കൊടുത്തത്. അല്ലാതെ ഏതെങ്കിലും അങ്ങന്മാർ സ്വന്തം പെങ്ങന്മാരെ മുന്നും പിന്നും നോക്കാതെ അവനെ പ്രേമിച്ചെന്ന് പറയുമോ? എടാ, നീ എന്താടെ ഇവിടെ? ലത്തുവിൻ്റെ ചോദ്യമാണ് ചിന്തയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അവൻ്റെ പെങ്ങന്മാർ വലിച്ചു കൊടുന്നതാ. എന്നിട്ട് ബാക്കിയുള്ളവരോ? അവരവന്മാർ വലിച്ചു കൊണ്ടുപോയി. നീ എന്താ കിടക്കുന്നേ? അത് ഞാൻ ചെറുതായിട്ടൊന്ന് ബലം പിടിച്ചതാ. ഓ, കാന്താരിൻ്റെ അടുത്താവൂല്ലേ? കാന്താരിയോ? ഏത്? ആമിയേ? ആ, മുതൈ. ആ, അതിൻ്റെ അടുത്ത് തന്നെ. ആമി അങ്ങനെയാണ്. ഒരു കാര്യം 3 പ്രാവശ്യം പറയും, അത് കഴിഞ്ഞ് കേട്ടില്ലല്ലോ ഓൾ ഓരോ പാട്ടിന് വിടും. പക്ഷെ എല്ലാവരും വിടൂല കേട്ടോ, ഓൾക്ക് തോന്നിയ ആൾക്കാരെ. പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളെന്താ ഇങ്ങനെ? ബാക്കിയുള്ളവരെക്കാട്ടി എത്രയോ മാറ്റമുണ്ട്. ഓരെല്ലാവരും ഒരുപോലെ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാ വാ, വീട്ടിലേക്ക് പോരെ. അമനും സഫിയും അലിയാന്ന് വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് ലത്തുവിനെ കെട്ടിപ്പിടിച്ചു. നിനക്കപ്പോൾ അമനെ ഞാൻ കളിയാനായി? ഇന്ന് മുതൽ ആരെയാ വളച്ചത്? സുലുവിനെ. നിങ്ങൾ 3 ആളും കുടുങ്ങി. ഇനി ജൗഫു ഈ മാത്രം കേട്ടോ ബാക്കിയുള്ളത്. ഈ ആമിനെ വിളിച്ചോ? ലത്തു. ആ, മുതവിനല്ലേ നടന്നത് തന്നെ. അല്ലടാ, ഇന്ന് നിങ്ങൾക്ക് എന്താ സെലക്ഷൻ കിട്ടുമെന്ന് അവരുമാർ പറഞ്ഞിരുന്നല്ലോ. ഓ, അപ്പം എല്ലാതും വന്ന് ഇവിടെ പറയുന്നുണ്ടല്ലേ? പിന്നല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടേക്ക് കയറി വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവർ പറയും. ലത്തു. അയ്യവ, മക്കളെന്ന് സൂക്ഷിച്ചാൽ നിന്ന് ആത്മാ കേട്ടോ. അതുകൊണ്ട് വല്ല കുരുത്തക്കേട് ഒപ്പിക്കാൻ തീരുമാനമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അവരാരെങ്കിലും നിങ്ങളെന്നല്ല ആരെങ്കിലും വിഷമിപ്പിച്ചാൽ പിന്നെ ഞാനങ്ങ് മാറും. അറിയാലോ, ഞാൻ മാറിയാ പിന്നെ ഞങ്ങൾ അവരെ പൊന്നു പോലെ നോക്കുമല്ലോ. അമൻ അൻസഫു. ആ, എന്നാ നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ആ, അത് ബാംഗ്ലൂരിലേക്കാ സെലക്ഷൻ കിട്ടി. അൽഹംദുലില്ലാ. ലത്തു. അപ്പം എന്നാ പോകുന്നേ? മറ്റന്നാൾ ഹാഫി. അപ്പോൾ നാളേക്ക് ചിലവ് വേണം. ഇന്ന് നേരല്ല. ലത്തു. നാളെ ആൾമാരെ കൂടി സാറാമാളിലേക്ക് പോരെ, അവർക്കും വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ നേരം വൈകി. ഇന്ന് ഉമ്മാരറ്റുപ്പാരറ്റുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ചെല്ലട്ടെ, കാണാം. വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോകാം. ലത്തു. വേണ്ട, ഇപ്പം തന്നെ നേരം വൈകിയിരിക്കണം. അതുമല്ല, ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പുറത്ത് പോയാൽ പട്ടിണി കിടക്കേണ്ടി വരും. രാവിലെ ആകുന്നവരെ ഉമ്മാൻ്റെ വായ അതിന് കേക്കും വേണം. അമൻ. ആ, എന്നാൽ ശരി, നിങ്ങൾ വിട്ടോ. ലത്തു. ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാതായി ഇവിടെ മുന്നേറി തന്നെ വന്നിരിക്കരുതെന്ന്. പിള്ളേരിന് മനസ്സമാധാനം കിട്ടില്ല. വിളിക്കുക എന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഉമ്മ. എന്നാൽ വേഗം പോയി മാറ്റ്. നമ്മളെങ്ങനെയാണ് ഇടാ പോകുന്നത്? ഉമ്മ. ബൈക്കിൽ. എന്നോട് ഞാൻ സ്ഥിരം പറയാറില്ല ഒരു കാർ എടുക്കാൻ. എനിക്ക് ബൈക്കിൽ വരാൻ പേടിയാ. ഉമ്മ. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് കാർ എടുക്കാത്തത്. അതെടുത്ത് എവിടെ പോണേലും അതിൽ പോകേണ്ടി വരും, അല്ലാതെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം എൻ്റെ ഉമ്മച്ചി പോയിട്ട് മാറ്റ്, ഞാൻ ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞ് നമ്മൾ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഉമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ, നമ്മൾ പുറത്തേക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇതുണ്ടാക്കിയത്? ഈ പണിയെടുത്ത് ക്ഷീണിച്ച് വരില്ലേ, ഇത് കുടിച്ചിട്ടൊക്കെ മതി പുറത്തേക്ക് പോക്കും. ഉമ്മ. നമ്മൾ ഉമ്മാനെ തന്നെ നോക്കി നിന്നു. എന്താടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ഉമ്മ. ഒന്നുമില്ല, നാളെ കൂടെ കഴിഞ്ഞ 2 ആഴ്ച ഈ തണലിൻ്റെ ചോട്ടിലല്ലോ എന്ന് ആലോചിച്ചതാ. എൻ്റെ മോൻ അതൊന്നും ആലോചിക്കണ്ട കേട്ടാ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടാവും. ആ, സീൻ സെൻഡ് ആകുന്നുണ്ട്, നമുക്ക് പോകാം. അമൻ. ആ, നിങ്ങളെത്തിയോ? വാ. അതും പറഞ്ഞ് ഞാനും ഉമ്മയും ബൈക്കിലും ബാക്കിയുള്ളവർ ഓരോരുത്തരുടെ കാറിലും വന്നു. ഇനി ബീച്ചൊക്കെ ഉമ്മക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമാണ്. അവിടെ നിന്നും ഫുഡ് തട്ടണം. അപ്പോൾ കൂട്ടുകാരെയും നമുക്കിനി കുറച്ച് നേരം മാമിൻ്റെ വീട്ടിലിരിക്കാം. ഫോളോ മീ. നമ്മൾ ഷാഹിൻ്റെ കല്യാണം ഫിക്സ് ചെയ്യാനും വീട് കാണാനും കൂടെ നാളെ ഇവിടുന്ന് പോകും. സുലുവിൻ്റെ ഉപ്പ. മാഷാ അല്ലാ. അപ്പോൾ അതങ്ങ് ശരിയാവാനായല്ലേ ലത്തു കാക്കു. അപ്പോഴേക്കും ഹസിയും ഷിഫയും എത്തി. നാളെ കല്യാണം ഫിക്സ് ചെയ്യുന്ന കാര്യം അവരോട് പറഞ്ഞതും ഞങ്ങൾ 4 ആളും കൂടി വട്ടത്തിലിരുന്ന് ഷായി താത്താനെ ഒക്കി ഇട്ടു. അതിൻ്റെ ഇടയിൽ ലത്തുകാക്കയും കൂടി, പിന്നെ ഉപ്പാരും കൂടെ. ഒക്കെ കൂടെ സഹിക്കാൻ പറ്റാതായപ്പോൾ താത്ത ഉള്ളിലേക്ക് പോയി. പ്യാവം. ഡേ, ഈ ഒരു മാസം കഴിയാൻ ഇനിയും കഴിയണമല്ലേ? എവിടേക്കോ നോക്കി ഓരോന്ന് ആലോചിച്ചിരുന്ന് ഹസി പെട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് എന്ന ഭാവത്തിൽ ഓളെ നോക്കി. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഒരു മാസം അതിന് ഓളം വരിക.
ഉള്ളിലേക്ക് പോയ താത്ത പുറത്തേക്ക് വന്നു. ഓളെ നോക്കി കളിയാക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അത് കേട്ടത് മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയ പോലെ ആയിരുന്നു പിന്നെ അവിടെ. അതൊക്കെ പോട്ടെ, ഇന്ന് കോളേജിൽ പോയിട്ട് എന്തായി? പെട്ടെന്ന് ലത്തുകാക്കും അത് എടുത്ത് ചോദിച്ചതും ഞങ്ങൾ 4 ആളെ ചിരിയും സ്വിച്ചിട്ട പോലെ നിന്നു. ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കള്ളം പറഞ്ഞാൽ ഇവർ കണ്ടുപിടിക്കും, സത്യം പറഞ്ഞാൽ എന്തേലും നടക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു. നിങ്ങളോടോ ചോദിച്ച് ഉപ്പ. പിന്നെ ഒന്നും നോക്കാതെ തലയും താഴ്ത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മെല്ലെ തല പൊക്കി നോക്കിയത് ഉപ്പാരമ്മ നീശം കൊണ്ട് ചെന്നു ലത്തുക്കാക്കാനെ പിന്നെ നോക്കണ്ടാന്ന് തോന്നിപ്പോയി. കൈ രണ്ടും ചുരുട്ടി പിടിച്ച് ഞങ്ങൾ തുറിച്ചു നോക്കി നിൽക്കുക. ഇതുവരെ യാനക്കാക്കാൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ബീച്ചിൽ പോയത് അവരറിയും. ഷായ്ത്താത്താനെ നോക്കിയപ്പോൾ ലത്തുക്കാക്കാനെ പേടിച്ച് നോക്കി നിൽക്കാം. ഇബിലീസിനെ ഞാൻ അതും പറഞ്ഞ് ലത്തുക്കാക്ക ഇറങ്ങിപ്പോയതും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നു. അടുത്ത പാർട്ടുമായി വേഗം തന്നെ വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.